Early Medieval Economy and its Continuity. Chapter 10, The Indian Feudalism Debate. Here we are going to discuss about Indian feudalism and its various approaches. The question is, briefly describe the various approaches of Indian feudalism. The first assimilation of feudalism in Indian context occurred at the hands of Colonel James Todd, the celebrated compiler of annals of Rajasthan history in early part of 19th century. For Todd, for most European historians of his time in Europe, lord-vassal relationship constitute the core of feudalism. The lord in the medieval Europe looked after the security and subsistence of his vassals, and they in turn rendered a military and other services to the lord. A sense of loyalty also tied to the vassals to the lord in perpetuity. Todd found the institutions and the pattern replicated in Rajasthan of the day in good measure. The initial incorporation of the concept of feudalism into Indian context took place through the effort of Colonel James Todd, the renowned compiler of the historical record of Rajasthan during early 19th century. ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയം യൂറോപ്പിൻ്റെ സംഭാവനയാണ്. ഫ്യൂഡലിസം എന്ന ആശയം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് പ്രശസ്തനായ ചരിത്രകാരൻ കേണൽ ജെയിംസ് ടോഡാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം രാജസ്ഥാനെ കുറിച്ചുള്ള ചരിത്ര രചന തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടുമ്പോഴാണ് അദ്ദേഹം ഫ്യൂഡലിസം എന്ന ആശയം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. For Todd, the most European historian of his times in Europe, lord-vassal relationship constituted the core of feudalism. കേണൽ ജെയിംസ് ടോഡിൻ്റെ കോൺസെപ്റ്റിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയം അദ്ദേഹത്തിൻ്റെ സമകാലിക ചരിത്രകാരന്മാർ യൂറോപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ലോർഡ് വസാൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനമായിട്ടാണ്. യൂറോപ്പിൻ്റെ ഫ്യൂഡലിസം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ഘടകവും ലോർഡ് വസാൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. Medieval Europe looked after the lord-vassal relationship. The lords, after the security and substance his vassals, they in turn rendered a military other services to the lord. പ്രഭുക്കന്മാർ തങ്ങളുടെ കുടിയാന്മാർക്ക് ആവശ്യമുള്ള സുരക്ഷിതത്വം നൽകിപ്പോന്നിരുന്നു. തിരിച്ച് കുടിയാന്മാർ പ്രഭുവിനാവശ്യമായിട്ടുള്ള സൈനിക സേവനവും മറ്റും ചെയ്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പരസ്പര ധാരണയിലുള്ള ഒരു ബന്ധമായിരുന്നു യഥാർത്ഥത്തിൽ ലോർഡ് വസാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഫ്യൂഡലിസത്തിൻ്റെ ബേസ് എന്ന് അറിയപ്പെടുന്നത് യൂറോപ്പിലെ, പ്രത്യേകിച്ചും യൂറോപ്പിലെന്ന് പറയുന്നു. ദ ഫീലിംഗ് ഓഫ് അലേഗൻസ് also established enduring bond between vassal and the lord. Todd observed this system and its structure were widely duplicated Rajasthan region during his time. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം ഈ ചരിത്ര പഠനം, രാജസ്ഥാൻ്റെ ചരിത്ര പഠനം നടത്തിയിരുന്ന ഈ കാലഘട്ടത്തിൽ ഇതേ ആശയം, ഈ യൂറോപ്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഘടനയുടെ ഒരു പതിപ്പ് തന്നെയാണ് രാജസ്ഥാൻ്റെ പ്രവിശ്യയിൽ, രാജസ്ഥാൻ മേഖലയിൽ നിലനിന്നിരുന്നത് എന്നാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. The term feudalism continued to figure off in works of history in India, often with a rather vague meaning attached to it. ഫ്യൂഡലിസം എന്ന് പറയുന്ന ഈ ഒരു ടേം ഇൻ്റർമീഡിയറ്റ്ലി അപ്പിയർ ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ. ഇന്ത്യൻ ചരിത്ര സാഹിത്യങ്ങളിൽ ഇടവിട്ട് പല ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പദമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. എന്നാൽ അത് അവ്യക്തമായി ഇന്ത്യൻ ചരിത്രത്തിൽ അവശേഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. വേഗ് അൺക്ലിയർ കോൺസെപ്റ്റ് ആയിരുന്നു എന്നുള്ള. It was with the growing of Marxist influence on Indian history writing between the mid-1950s and the mid-60s
that in turn came to be dissociated from its mooring, the Lord vassal relationship, and acquired an economic meaning rather than a meaning of the context of the evolution of Indian class structure. ഇന്ത്യൻ ചരിത്രരചനയിൽ മാർക്സിസ്റ്റ് സ്വാധീനമുണ്ടായി 1950-കൾക്കും അതുപോലെ 60-കൾക്കുമിടയിൽ. അതോടുകൂടി തന്നെ മാർക്സിസ്റ്റ് ചരിത്ര രചന അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്തകന്മാരുടെ ചരിത്രകാരന്മാരുടെ കാഴ്ചപ്പാടിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയം ലോർഡ് വസാൽ റിലേഷൻഷിപ്പിനോട് യോജിക്കാത്തതൊന്നാണ്, യൂറോപ്യൻ കോൺസെപ്റ്റിനോട് യോജിക്കാത്തതാണ് എന്ന ഒരു ചിന്ത അവരിൽ നിന്ന് ഉയർന്നു. ഇതിന് കൂടുതലൊരു എക്കണോമിക് മീനിങ് ആയിരുന്നു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് നൽകിയിരുന്നത് എന്നാണ്. ഒരു സാമ്പത്തികപരമായ ഒരു അർത്ഥം അതിന് നൽകാൻ തുടങ്ങി. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇന്ത്യൻ ക്ലാസ് സ്ട്രക്ചറിൻ്റെ എവല്യൂഷനുമായി ബന്ധപ്പെടുമ്പോൾ എന്നുള്ളതാണ്. വൺ ഓഫ് ദ മേജർ ഇമ്പരേറ്റീവ് ഓഫ് ദ ഫോർമുലേഷൻ ഓഫ് ഇന്ത്യൻ ഫ്യൂഡലിസം വാസ് paradoxically the dissociation of Marxist historian with a Marxist own placement of the pre-colonial Indian history in the category of Asiatic mode of production. ഇനി വൈരുദ്ധ്യാത്മകമായ ഒരു ആശയം ഇവിടെയുണ്ട്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അവരുടെ മാർക്സിസ്റ്റ് കോൺസെപ്റ്റിൽ ഇന്ത്യൻ ഫ്യൂഡലിസത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ വൈരുദ്ധ്യാത്മകമായ ഒരു ആശയം എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഇതിനെ ഉൾപ്പെടുത്തുന്നത്. Even though Marx had created a category himself, much of the substance that had gone into its making of commonplace among Western thinkers of 18th century and 19th centuries. Marx had perceived the Asiatic mode of production as an exception, a general dynamics of history through the medium of class struggle. വർഗസമരവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വർഗസമരം എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രചനാചരിത്രമായിരുന്നു മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതും ഇതിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ള വെസ്റ്റേൺ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസുമായിട്ടുള്ള ഒരു ചേർന്നുള്ള ഒരു ആശയം തന്നെയാണ് മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യാനിടയാക്കിയത്. എന്നാൽ ഇവിടെ വൈരുദ്ധ്യത കൃത്യമായിട്ടുണ്ട്. കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. In Asia, he along numerous other thinkers assumed there were no classes because all property belonged to either to the king or the community. Hence there was no class struggle nor change over time. അതോട് തന്നെ ഏഷ്യാറ്റിക് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വെസ്റ്റേൺ തിങ്കേഴ്സിൻ്റെ കൂടെ തന്നെ മാർക്സിസ്റ്റുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയിൽ നേരത്തെ ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ബേസായിട്ട് നിൽക്കുന്ന ഒരു ക്ലാസ് സ്ട്രഗിൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് ഉൾപ്പെടുന്നത് ഏഷ്യ. അപ്പോൾ ഏഷ്യയിൽ പൊതുവേ ഉള്ളത് എല്ലാ പ്രോപ്പർട്ടിയും രാജാവിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഭരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ കീഴിലോ ഉൾപ്പെടുന്നതാണ് എന്നുള്ളതാണ്. സോ ദർ വാസ് നോ ക്ലാസ് സ്ട്രഗിൾ എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഈ ഷെയർഡ് ദിസ് നോഷൻ ഓഫ് ദ ചേഞ്ചസ് ഓറിയൻറ്റ് in such eminent thinkers as Baron Montesquieu, James Mill, Frederick Hegel and others. മാക്സിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പ്രസിദ്ധ ചിന്തകന്മാരായിട്ടുള്ള മോണ്ടസ്ക്യൂ, ജെയിംസ് മിൽ, ഫ്രെഡറിക് ഹെഗൽ തുടങ്ങിയവരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. Real dynamism, according to them, came only the establishment of colonial regimes, which brought concept and ideas change from Europe to Orient. യഥാർത്ഥത്തിലുള്ള ആശയം, യഥാർത്ഥത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് നടപ്പിലാക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ കോളനി വൽകൃതമായ പ്രദേശങ്ങളിലാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻസ് അവർ പൗരസ്ത്യരെക്കുറിച്ച് അവരുടെ കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയൊരു വ്യതിയാനം, നമ്മുടെ എഡ്വേർഡ് സെയ്തൊക്കെ പറയുന്ന ആശയത്തിൽ ഞങ്ങളും നിങ്ങളും ദ അതർ
എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ പ്രസൻറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തലം ഉടലെടുക്കുന്നതാണ്. ഇന്ത്യൻ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഓഫ് 1950s and 60s were unwilling to accept such large chunks of humanity as India, indeed the whole of Asia, should remain changeless over the such a large segment of time. അപ്പോൾ ഇന്ത്യൻ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ, പ്രത്യേകിച്ചും 1950കളിലെയും 60കളിലെയും ചരിത്രകാരന്മാർ ഈ ഒരു ആശയത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ഏഷ്യാറ്റിക് കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യ മാത്രമല്ല, ഏഷ്യയിൽ ഉടനീളം എന്ന് പറയാം. ഒരു വലിയ മാറ്റത്തിന്, ഒരു ക്ലാസ് സ്ട്രഗിൾ മാറ്റത്തിനൊന്നും ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യൻ സമൂഹം തയ്യാറായിരുന്നില്ല. They expressed their dissatisfaction notion of Asiatic mode of production early on. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ മാർക്സ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഏഷ്യാറ്റിക് തിയറി പൂർണ്ണമായും അവർ തള്ളിക്കളയാൻ തയ്യാറായി. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അതിൻ്റെ ആദ്യ തുടക്കത്തിൽ തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെ അവർ പൂർണ്ണമായി റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആശയമായിരുന്നു ഉണ്ടായിരുന്നത്. In its place, some of them adopted concept feudalism applied to India. എന്നാൽ ചില ചരിത്രകാരന്മാർ ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, അവരുടേതായ ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്. ഇർഫാൻ ഹബീബ്, a prominent Marxist historian of that era, explicitly distanced himself from the concept of Indian feudalism. മാർക്സിസ്റ്റ് ചരിത്രകാരനായിരുന്ന ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു ഇർഫാൻ ഹബീബ്. അദ്ദേഹം ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഒരു വിദൂരമായ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. മാർക്സിൻ്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനുമായി യാതൊരു ബന്ധവും ഇതിനുണ്ടായിരുന്നില്ല. എന്നാൽ ഹി സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ആൻ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അദ്ദേഹം ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. D.D. കൊസാംബി gave feudalism is a significant place in the context of socio-economic history. കൊസാംബി സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററിയുടെ സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഫ്യൂഡലിസം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ കൺസെപ്ച്വലൈസ് ദ ഗ്രോത്ത് ഓഫ് ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ആസ് two-way process. രണ്ട് തലങ്ങളിലൂടെ ഉള്ള പ്രവർത്തനം, two-way പ്രോസസ്സിലൂടെയാണ് ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയുണ്ടായത് എന്ന് കൊസാംബി അവതരിപ്പിക്കുന്നുണ്ട്. കൊസ്മാബി എന്നൊക്കെ പ്രസൻറ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ദ two-way പ്രോസസ് ശരിക്കും അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. 1956 ഈ ദ വർക്ക് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ എന്നാണ്. From above, the feudal structure was created by the state granting land and a right to official of Brahmins. From below, many individual small groups rose from the village levels, power to become landlords or vassals of the kings. അപ്പോൾ two-way process അദ്ദേഹം പറയുന്നത് ഫ്രം above ആൻഡ് ഫ്രം ബിലോ എന്നാണ്. above ആൻഡ് ബിലോ എന്ന് അദ്ദേഹം ആ two-way പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. above എന്ന് പറയുന്നത് ഫ്യൂഡൽ സ്ട്രക്ചറിൻ്റെ above ദ ഫ്യൂഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലാൻഡ് ഗ്രാൻഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ലാൻഡിലെ റൈറ്റ് ഒഫീഷ്യൽ ക്ലാസ്സിന് ഗ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നത്. ആ ഒഫീഷ്യൽ ക്ലാസ്, അധികാരവർഗം അല്ലെങ്കിൽ ബ്രാഹ്മിൻസ്, ഇതാണ് ഈ എബോ എന്നറിയപ്പെടുന്നത്. ബിലോ എന്നറിയപ്പെടുന്നത് ഇൻഡിവിജ്വൽസാണ് അല്ലെങ്കിൽ സ്മാൾ ഗ്രൂപ്പ്സാണ്. വില്ലേജ് ലെവലിൽ നിന്ന് പതുക്കെ അധികാരത്തിലേക്ക് ഉയർന്നു വന്ന ഭൂപ്രഭുക്കന്മാരെയാണ് ബിലോ എന്നറിയപ്പെടുന്നത്. ഇവർ പിന്നീട് എന്തായി, വസാൽസ് എന്നുള്ള അധികാര രീതിയിലേക്ക് മാറി രാജാവിൻ്റെ. ഇൻ ഹിസ് ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ, Kosambi introduced the concept of feudalism in a concise formula rather than through the extensive empirical analysis. ഒരു സൂക്ഷ്മ പരിശോധനാതലം, ആധികാരികമായ ഒരു സൂക്ഷ്മ പരിശോധനാതലം, ഒരു എംപാരിക്കൽ അനാലിസിസ്, ഒരു വിശദമായ എംപാരിക്കൽ അനാലിസിസിനേക്കാൾ അപ്പുറമായി കൊസാംബി തൻ്റെ ആശയം അവതരിപ്പിക്കുന്നത് ഒരു ഫോർമുല എന്നുള്ള തലയ്ക്കാണ്. The comprehensive extension or a comprehensive examination
of this concept was subsequently undertaken by Professor R.S. Sharma. കൊസാംബി മുന്നോട്ട് വെച്ച ഈ ഒരു സൂത്രവാക്യത്തെ, ഈ ഒരു ഫോർമുലയെ പിന്നീട് വിശദമായ പരിശോധനത്തിന് വിധേയമാക്കിയത് പ്രൊഫസർ ആർ എസ് ശർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഇന്ത്യൻ ഫ്യൂഡലിസം എന്നാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1965. However, Sharma did not follow Kosambian formula of feudalism from below and from above. എന്നാൽ കൊസാംബി മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുലയായ ബിലോ ആൻഡ് എബോവ് എന്നുള്ള ഫോർമുലയെ ശർമ്മ പിന്തുടർന്നില്ല. പകരം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഹി എൻവിഷൻഡ് ദ റൈസ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എൻറ്റയർലി ആസ് എ കോൺസിക്വൻസ് ഓഫ് സ്റ്റേറ്റ് ആക്ഷൻ ഫ്രം എബോവ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ കാഴ്ചപ്പാട് ഇന്ത്യ ചരിത്രത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ ആവിർഭാവം എന്തിൻ്റെ ഫലമായിട്ടാണ്, എബോവ് ആയിട്ടുള്ള ഈ കിങ്ങിൻ്റെയും ബ്രാഹ്മിൻസിൻ്റെയും ഒഫീഷ്യൽ ക്ലാസിൻ്റെയും പ്രവർത്തനം മൂലമാണ് എന്നാണ്. ഓൺലി റീസെൻ്റ്ലി ഈ ഷിഫ്റ്റഡ് ഈസ് ഫോക്കസ്. എന്നാൽ അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. ആർ എസ് ശർമ്മ എസെൻഷ്യലി emulated the model of the rise and decline of feudalism in European formulated great detail of the Belgian history of 1920s and 30s. ശർമ്മ പിന്തുടർന്ന മാതൃക എന്ന് പറയുന്നത് യൂറോപ്പിലെ ഫ്യൂഡലിസത്തിൻ്റെ ഉദയത്തെയും അതിൻ്റെ തകർച്ചയും അടിസ്ഥാനമാക്കിയിട്ടാണ്. പ്രധാനമായും ബെൽജിയൻ ചരിത്രകാരനായിട്ടുള്ള ഹെൻറി പെറനി 1920-കൾ 30കളിലും അദ്ദേഹം നടത്തിയിട്ടുള്ള പെറനിയൻ കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഫ്യൂഡലിസത്തിൻ്റെ ഉദയത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെയാണ് ആർ എസ് ശർമ്മ പൂർണ്ണമായി പിന്തുടർന്നിരുന്നത്. The Perenian had displaced the dominant stereotype of European feudalism, lord-vassal relationship, substituted in its place on that. He had a much wider and deeper range of the consequences for the society. മുൻപ് നിലനിന്നിരുന്ന യൂറോപ്യൻ ഫ്യൂഡലിസത്തിൻ്റെ ആശയമായിട്ടുള്ള ലോർഡ് വസാൽ റിലേഷൻഷിപ്പ് പൂർണ്ണമായും പെറേനി എന്ത് ചെയ്തു, എടുത്തു മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റേതായ ഒരാശയം കൊണ്ടുവന്നു. സമൂഹത്തെ വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. He postulated that the grand trade, that is long distance trade Europe across Mediterranean, allowed European economy, society, civilization to flourish in an antiquity until its disruption by the Arab invasion of the Europe in the 7th century. പെറനി മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രാൻഡ് ട്രേഡ് എന്ന് പറയുന്ന ആശയത്തെ. ഗ്രാൻഡ് ട്രേഡ് നമുക്കറിയാം, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് യൂറോപ്പിലേക്ക് മെഡിറ്ററേനിയയിലൂടെ ഉണ്ടായിരുന്നു. ഇത് യൂറോപ്യൻ എക്കോണമിയുടെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും സാംസ്കാരികമായ വളർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലേക്ക് അറബ് ഇൻവാൻഷൻ, യൂറോപ്പിലേക്ക് ഉണ്ടായ 7ാം നൂറ്റാണ്ടിലെ അറബ് ഇൻവാൻഷനിലൂടെ ഈ ഒരു വളർച്ച പിന്നീട് ഇല്ലാതാവുകയും ചെയ്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഡിസ്റപ്ഷൻ ഓഫ് ട്രേഡ് ലെഡ് ടു എക്കോണമി ഓഫ് റൂറലൈസേഷൻ വിച്ച് മേഡ് ഇൻവേർഡ് റാദർ ദാൻ ഔട്ട്വേർഡ് ലുക്കിംഗ്. വ്യാപാരത്തിലെ തകർച്ച സമ്പദ് വ്യവസ്ഥയെ ഗ്രാമീണതയിലേക്ക് റൂറലൈസേഷനിലേക്ക് നയിച്ചു എന്നാണ്, ബാഹ്യമായി എന്നാണ്. ഇറ്റ്സ് ആൾസോ റിസൾട്ട് പെറനി കാൾഡ് എ ക്ലോസ്ഡ് എസ്റ്റേറ്റ് എക്കോണമി. ഇതിൻ്റെ ഫലമായി പെറനി സൂചിപ്പിക്കുന്നത് എന്ത് രൂപം കൊണ്ടു? ഒരു ക്ലോസ്ഡ് എസ്റ്റേറ്റ് എക്കോണമി രൂപം കൊണ്ടു എന്നാണ് പെറനി സൂചിപ്പിക്കുന്നത്. The closed estate signified until the land held as the state by the lords. ക്ലോസ്ഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ലാൻഡ് പൂർണ്ണമായും ലോഡുകളുടെ കൈവശം എത്തി, പ്രഭുക്കന്മാരുടെ കൈവശമായി മാറി എന്ന്. ഏകദേശം ഒരു 10,000 acres ഒക്കെ ഒരു ലോഡിൻ്റെ കയ്യിൽ ആയി എന്നുള്ള. ഇറ്റ് വാസ് കൾട്ടിവേറ്റഡ് ബൈ ദ പെസൻസ്. ഈ ലോഡിൻ്റെ കൈവശമുള്ള ഭൂമി പിന്നീട് കർഷകർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ തുടങ്ങി. Where the trade was minimal, almost everything inhabitant of the estate required as produced within. ഇവിടെ വ്യാപാരം വളരെ കുറഞ്ഞ തോതിലായിരുന്നു ഉണ്ടായിരുന്നത്. എസ്റ്റേറ്റിൽ ജീവിക്കുന്ന ആളുകൾ പരമാവധി പ്രൊഡക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്
അപ്പോൾ ഗ്രാമീണ മേഖലയെ മാത്രം ഉൾക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇത് മാറി, ഒരു റൂറലൈസേഷനിലേക്ക് മാറി. ഇതിനെ ക്ലോസ്ഡ് എസ്റ്റേറ്റ് എക്കോണമി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി, ഒരു സെൽഫ് സഫിഷ്യൻ സിസ്റ്റത്തിലേക്ക് പതുക്കെ മാറി തുടങ്ങി എന്നുള്ളതാണ്. ദീസ് എസ്റ്റേറ്റ്, ഇൻ അതർ വേർഡ് എക്കോണോമിക്കലി സെൽഫ് സഫിഷ്യൻ യൂണിറ്റ്. ഇത്തരം എസ്റ്റേറ്റുകൾ നമുക്കെന്ത് വിളിക്കാം? സെൽഫ് സഫിഷ്യൻ്റ് എക്കോണമി അല്ലെങ്കിൽ എസ്റ്റേറ്റുകൾ എന്ന് വിളിക്കാം. ദ പിക്ചർ ചേഞ്ച്ഡ് അഗെയിൻ ഫ്രം ദ 11th century വെൻ ക്രുസൈഡ് ത്രൂ ദ അറബ്സ് ബാക്സ് ടു ദ നിയർ ഈസ്റ്റ്. എന്നാൽ 11ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴേക്ക് സ്ഥിതിഗതികൾക്ക് വീണ്ടും മാറ്റമുണ്ടായി. ക്രുസൈഡുകൾ രൂപം കൊണ്ടു, കുരിശ് യുദ്ധങ്ങൾ രൂപം കൊണ്ടോടുകൂടി അറബ് ജനത പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങി, ഈസ്റ്റിലേക്ക് തന്നെ അവർ പിൻവാങ്ങി. ദിസ് ലെഡ് ടു റിവൈവൽ ട്രേഡ്. ഇത് പിന്നീട് ലോങ് ട്രേഡ് വീണ്ടെടുക്കാനുള്ള കാരണമായി. ഇതിൻ്റെ ഫലമായി സിറ്റീസ് രൂപം കൊണ്ടു അറ്റ് ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ഇതിൻ്റെ ഫലമായി ഫ്യൂഡലിസം പതുക്കെ പതുക്കെ ഇല്ലാതായി. അപ്പോൾ നേരത്തെ രൂപം കൊണ്ട ലോങ് ട്രേഡ് എന്ന് പറയുന്ന ദീർഘദൂര വ്യാപാരം ഇല്ലാതായത് അറബ് ഇൻവാൻഷനോട് കൂടി. അറബ് ഇൻവാൻഷനോട് കൂടിയാണ് യൂറോപ്പിൽ ഫ്യൂഡലിസം ഉദയം കൊള്ളാൻ കാരണമായതെന്നാണ് പെറനി സൂചിപ്പിച്ചത്. പിന്നീട് ക്രുസൈഡറോടുകൂടി അറബുകൾ പിൻവാങ്ങിയതോടുകൂടി വീണ്ടും എന്തില്ലാതായി? അവിടെ നിന്ന് ഫ്യൂഡലിസം ഇല്ലാതായി പതുക്കെ ട്രേഡിനും സിറ്റീസിനും ഫ്ലോറിഷ്, അതിൻ്റെ പുരോഗതി വീണ്ടെടുക്കാൻ സാധിച്ചു. Therefore, Perennian assertion of the fundamental contradiction between trade, urbanization, feudalism seeing incompatible elements. ഇപ്പോൾ പെറനിയുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരം, നഗരവൽക്കരണം, അതുപോലെ ഫ്യൂഡലിസം എന്നിവ പരസ്പരം വേർതിരിക്കാൻ കഴിയാത്ത ഘടകം തന്നെയാണ്. R.S. ശർമ്മ copied this model in almost every detail, often including its terminology on its Indian historical landscape. He visualized the decline of India's long-distance trade with various parts of the world after the fall of Gupta's empire. Urbanization also suffered its consequences, resulting in the economic ruralization. A scenario thus arose in which economic resource were not scarce but currency was. R.S. Sharma closely replicate this model. ഇതേ പെർണിയുടെ ഇതേ മോഡലിനെ ശർമ്മ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ട് പ്രസൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ചരിത്രപരമായ അതേ പ്രാധാന്യത്തോടെ കൂടി. He visualized the decline in India long distance trade with various parts of the world after the fall of Guptas. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോട് കൂടി ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്, പ്രത്യേകിച്ചും ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇന്ത്യയിലെ പല മേഖലകളിലൂടെയും അത് കടന്നു പോകുന്നുണ്ടായിരുന്നു. ഈ വ്യാപാരത്തിൻ്റെ തകർച്ച, ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൻ്റെ തകർച്ച, പ്രത്യേകിച്ച് ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം എന്നുള്ളത്, ഇതിൻ്റെ പരിണിത ഫലം അർബനൈസേഷൻ കുറേയൊക്കെ സഹിക്കേണ്ടി വന്നു എന്നാണ്. ദ അർബനൈസേഷൻ സഫേർഡ് എ കോൺസിക്വൻസസ്. ഇറ്റ്സ് റിസൾട്ടിങ് ദ എക്കണോമിക്കലി റൂറലൈസേഷൻ. ഇതിൻ്റെ ഫലമായി സാമ്പത്തിക മേഖല ഗ്രാമീണ മേഖലയെ കൂടുതൽ സ്വാധീനിക്കേണ്ടി വന്നു എന്നാണ്. ദിസ് സെനാറിയോ ദസ് അറോസ് വിച്ച് എക്കണോമിക് റിസോഴ്സസ് വർ നോട്ട് സ്കേഴ്സ് ബട്ട് കറൻസി വാസ്. സാമ്പത്തിക ഉറവിടങ്ങൾ വലിയ തോതിൽ ദൗർലഭ്യത നേരിട്ടു എന്നല്ല, പ്രത്യേകിച്ചും കറൻസിയുടെ വലിയ തോതിലുള്ള ദൗർലഭ്യതയുണ്ടായി എന്നുള്ള. Since coins were not available, the state started handing out land in the payment to employees or guarantees like Brahmins. അപ്പോൾ കോയിനുകൾ വലിയ തോതിൽ ലഭ്യമല്ലാത്തതോടുകൂടി പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഭൂമി വലിയ തോതിൽ പേയ്മെൻ്റായിട്ട് ഭൂമി നൽകാൻ തുടങ്ങി തൊഴിലാളികൾക്ക്, അല്ലെങ്കിൽ ഗ്രാൻഡീസ് ആയിട്ട് നൽകാൻ തുടങ്ങി, പ്രത്യേകിച്ചും ബ്രാഹ്മിൻസിന്. Along with the land, the state also gave away more and more right over the cultivating peasants. ലാൻഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ കൂടുതൽ അവകാശങ്ങളും കൃഷി ചെയ്യുന്ന കർഷകർക്ക് നൽകി തുടങ്ങി എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ ന്യൂ ക്ലാസ് ഇൻ്റർമീഡിയറീസ്. അങ്ങനെ അവർ ഒരു പുതിയ വർഗമായി മാറി. ആ ഒരു വർഗമാണ് എന്ത് പറയുന്നത്? ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കപ്പെടുന്നത്. The increasing subjection of the peasants to intermediaries reduced them to the level of serfs, their counterparts in medieval Europe.
ഇത് എന്തിന് കാരണമായി? പെസൻസ് ടു ഇൻ്റർമീഡിയറീസ് എന്നുള്ള സബ്ജക്റ്റിലേക്ക് മാറിയപ്പോൾ പിന്നീട് ഇത് സെർവ്സ് എന്നുള്ള തലത്തിലേക്ക് വന്നു. പ്രത്യേകിച്ചും മിഡീവൽ മധ്യകാല യൂറോപ്പിലെ സെർവ്സുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ആ സെർവ്സിൻ്റെ അതേ തലത്തിലേക്ക് ഈ പെസൻസ് കയറി വന്നു. ദ റൈസ് ഓഫ് ദിസ് ക്ലാസ് ഇൻ്റർമീഡിയറ്റ്സ് ത്രൂ ദ സ്റ്റേറ്റ് ആക്ഷൻ ഗിവിംഗ് ഗ്രാൻഡ് ടു ദം ഈസ് ദ ക്രൂഷ്യൽ എലമെൻറ്റ്സ് ഇൻ ആർ എസ് ശർമ്മ കൺസ്ട്രക്ഷൻ ഇന്ത്യൻ ഫ്യൂഡലിസം. അപ്പോൾ ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ രൂപീകരണം, ശർമ്മയുടെ കോൺസെപ്റ്റിൽ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ദിസ് റൈസ് ഓഫ് ദ ക്ലാസ്, എസ്പെഷ്യലി ഇൻ്റർമീഡിയറീസ് ആൻഡ് ദർ ആക്ഷൻസ് എന്നാണ്. Later on his writings, he built other edifices to upon this structure, like growth of class of scribes, the consolidating the states of the growth of the class of the Kayasthas, because the state grant needed to be recorded. ശർമ്മ പിന്നീട് തൻ്റെ എഴുത്തുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് മറ്റൊരു വിഭാഗത്തിനെയും കൂടിയാണ്. കയാസ്താസ് എന്ന് പറഞ്ഞൊരു വിഭാഗ രൂപം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പ്രത്യേകിച്ച് രൂപം കൊടുക്കുന്നുണ്ട്. അതായത് സ്റ്റേറ്റിന് കൂടുതൽ റെക്കോർഡേഴ്സ് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് പിന്നീട് ആരുണ്ടായത്, പ്രത്യേകിച്ചും കയസ്താസ് അല്ലെങ്കിൽ കായസ്താസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്ലാസ് ഗ്രോത്ത് ചെയ്യാനുള്ള കാരണം. ദ ക്രൂഷ്യൽ പ്രോസസ് ഓഫ് ലാൻഡ് ഗ്രാൻസ് ടു ഇൻ്റർമീഡിയറീസ് ലാസ്റ്റഡ് അണ്ടിൽ about the 11th century, when the revival of trade reopened the process by urbanization. അപ്പോൾ നേരത്തെ യൂറോപ്പ് നേരിട്ട അതേ അവസ്ഥ തന്നെയാണ് ശർമ്മ പിന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലാൻഡ് ഗ്രാൻഡിങ് ടു ഇൻ്റർമീഡിയറീസ് എന്നുള്ളത് 11th സെഞ്ച്വറിയോടുകൂടി അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് കാരണമായിട്ട് പറയുന്നത് ട്രേഡ് റീ ഓപ്പൺ ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്തിൽ. ഇത് അർബനൈസേഷന്, നഗരവൽക്കരണത്തിന് വീണ്ടും കാരണമായി. ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഈസ് സജസ്റ്റഡ് ദിസ് റിവൈവൽ, ആൾദോ R.S. Sharma does not go to the aspect much detail. അപ്പോൾ ഫ്യൂഡലിസം ഇവിടെ എന്ത് ചെയ്യുന്നു, തകർച്ചയിലേക്ക് നീങ്ങി എന്ന് ശർമ്മ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പിന്നീട് ശർമ്മ കടന്നു ചെല്ലുന്നില്ല. The one element that was missing the picture was Indian counterpart, the Arab invasion of the Europe. However, Professor B.N.S. Yadava, another eminent proponent of Indian feudalism thesis, drew attention to the Hun invasion to India. യൂറോപ്പിൽ അറബ് ഇൻവാൻഷൻ ആയിരുന്നു അതിൻ്റെ കാരണം എന്ന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രുസൈഡുകൾ ഉണ്ടായതോടുകൂടി അറബ് ഇൻവാൻഷൻ ഇല്ലാതായി, അങ്ങനെ ഫ്യൂഡലിസം ഇല്ലാതായി എന്ന്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാരണം ഇവിടെ പ്രധാനമായും ഇന്ത്യൻ തലത്തിൽ, ഇന്ത്യൻ ചരിത്ര തലത്തിൽ ശർമ്മയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആരുടെ ഇൻവാൻഷൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് മുൻപ് സംഭവിച്ച ലോങ് ട്രേഡ് നെറ്റ്വർക്കിന് തടസ്സമുണ്ടായത്, എന്ത് ഇൻവാൻഷൻ കൊണ്ടാണ്, പിന്നീട് എങ്ങനെയാണത് പുനഃസ്ഥാപിക്കപ്പെട്ടതെന്നും ശർമ്മ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പോരായ്മ. എന്നാൽ പ്രശസ്ത ചരിത്രകാരനും പ്രൊഫസറുമായ B.N.S. യത്വ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഇവിടെയുണ്ട്. അദ്ദേഹം നമ്മളിലേക്ക് ഇന്ത്യൻ ഫ്യൂഡലിസം തിസീസ് എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൽ അദ്ദേഹം പറയുന്നത് ഹൺ ഇൻവാൻഷനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ഇന്ത്യയിലേക്കുള്ള ഇവിടെ സൂചിപ്പിക്കുന്ന ഹൺ ഇൻവാൻഷൻ എന്ന് പറഞ്ഞാൽ ഹൂണന്മാരാണ്, ഹൂണന്മാരുടെ ആക്രമണം. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ സ്കന്ദഗുപ്തൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹൂണന്മാരുടെ ആക്രമണത്തെ നേരിട്ടിരുന്നു എന്ന് ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇതേ ഹൂണന്മാരുടെ അതിക്രമമായിരിക്കാം ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്ന B.N.S. യദവ സൂചിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആൾമോസ്റ്റ് ദ കോയിൻസൈഡ്സ് ബിഗിനിങ് ഓഫ് ദ റൈസ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഹിയർ. ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിൻ്റെ ആവിർഭാവത്തിന് കാരണം, ഗുപ്ത സാമ്രാജ്യത്തിന് തകർച്ചയ്ക്ക് കാരണം, ലോങ് ട്രേഡ് നെറ്റ്വർക്കിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്നൊക്കെ പറയപ്പെടുന്നത് ഈ ഹ്യൂണന്മാരുടെ ഇൻവെൻഷൻ തന്നെയാണ്. The oppressive feudal system in Europe had resulted a massive rebellion in peasantry in Europe. എന്നാൽ അടിച്ചമർത്തപ്പെടുന്ന ഫ്യൂഡലിസത്തിൻ്റെ ഒരു തലം എന്ന് പറയുന്ന യൂറോപ്പിൽ വലിയ തോതിലുള്ള കർഷക പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിട്ടുണ്ട്.
പെസൻട്രി റെബലിയൻ ധാരാളമായി യൂറോപ്പ് നേരിട്ടിട്ടുണ്ട് ഫ്യൂഡലിസത്തിൻ്റെ ഭാഗമായിട്ട്. ഇൻ ഇന്ത്യ, R.S. ശർമ്മ ലുക്ക് ഫോർ ദ എവിഡൻസ് സിമിലിയർ അപ്രൈസിങ് ബട്ട് ഫൗണ്ട് ഓൺലി വൺ എക്സാമ്പിൾ. അത്തരത്തിലുള്ള അപ്രൈസിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ശർമ്മ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു ഉദാഹരണമേ കിട്ടുന്നുള്ളൂ. അത് കൈവാർത്താസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എസെൻഷ്യലി ദ ബോട്ട്മെൻ ഇൻ ഈസ്റ്റേൺ ബംഗാൾ, ബംഗാളിലെ ബോട്ട്മെൻ ആണ്. ഓൾസോ എൻഗേജ് പാർട്ട് ഓഫ് ദ ടൈം ഓഫ് കൾട്ടിവേഷൻ. ഇവർ കാർഷിക വൃത്തിയിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ഹവിങ് റിവോൾട്ടഡ് 11th century, 11ാം നൂറ്റാണ്ടിൽ ഈ നമ്മുടെ ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയുടെ കാലഘട്ടം തന്നെ 11ാം നൂറ്റാണ്ടിൽ ഇവർ എന്ത് നടത്തിയിരുന്നു? വിപ്ലവം അല്ലെങ്കിൽ റബലിയൻ നടത്തിയിരുന്നു എന്ന് ഇവിടെ BNS യദുവ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത്രത്തോളം വലിയ ഒരു പെസൻറ്ററി റിവോൾട്ടൊന്നും ഇതിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കപ്പെടേണ്ടത്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള കാരണം എന്താണ് ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഡിക്ലൈനിങ് എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. The thesis propounded in its fully fledged form in 1965 has had a great deal of influence on the subsequent history writing on the period of India. Other scholars supported the thesis with some more details on one point to another, although practically no one explored any other aspect of the theme of feudalism, such as a social or cultural aspects, for a long afterwards. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു തിസീസ് പ്രസൻറ്റ് ചെയ്യപ്പെട്ടത് 1965 ഇതിന് വളരെയധികം പ്രാധാന്യവും വില കൽപ്പിക്കപ്പെട്ടു, പ്രത്യേകിച്ചും ചരിത്രകാരന്മാരാൽ എന്ന് പറയാം. ഫ്യൂഡലിസത്തെ ഇന്ത്യയിൽ എപ്പോൾ എങ്ങനെ രൂപം കൊണ്ടു എന്നത് പൂർണ്ണമായും എന്ന് പറയപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു തിസീസാണ് 1965 ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രധാന വസ്തുത എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നോ വൺ എക്സ്പ്ലോർഡ് എനി അതർ ആസ്പെക്റ്റ് ഓഫ് ദ തീം ഓഫ് ഫ്യൂഡലിസം. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയത്തിൽ വന്നു നിൽക്കുക മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് സാമൂഹിക സാംസ്കാരിക തലത്തിൽ എന്തെല്ലാം പ്രത്യേകതയുണ്ട് എന്നുള്ളത് ഒരു ചരിത്രകാരന്മാരും തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നുള്ളതാണ്. BNS യദുവ and DN Jha stood firmly by feudalism thesis. BNS ജദുവയും അതുപോലെ DN ജായ് ഇവരാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഈ തിസീസിനെ വേണ്ടി പ്രവർത്തിച്ചതും അവരുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. The theme found echoes South Indian historiography too, with a highly acclaimed historian like M.G.S. Narayan, Nomru Karshima, Abdinbait. സൗത്ത് ഇന്ത്യൻ ചരിത്ര രചനയിൽ ഇതേ ആശയങ്ങൾ പ്രതിഫലിക്കപ്പെട്ടു. പ്രത്യേകിച്ചും പ്രശസ്തരായ ചരിത്രകാരന്മാരായ MGS നാരായണൻ്റെയും നോമ്പുരു കർഷിമയുടെയൊക്കെ സൗത്ത് ഇന്ത്യൻ ചരിത്ര രചനയിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന യദുവയും ഝായും ഒക്കെ മുന്നോട്ട് വെച്ച അതേ ആശയത്തിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. There was a criticism too in some extremely learned quarters. Most eminent among the critics, D.C. Surkar. There was too fairly clear ideological divide which characterized his story, writing in India in 1960s and 70s. എന്ന വിമർശനമുണ്ടായില്ല എന്നല്ല. DC സർക്കാരിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനം ഈ ഒരു ചരിത്ര രചനയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. DD Kosambi, R.S. Sharma, BNS Yadua, DN Jha were firmly committed to Marxist. DC Surkar stood on other side of the Marxist fence. മുകളിൽ പറഞ്ഞ ഈ ചരിത്രകാരന്മാർ കൊസാംബി, ശർമ്മ, യാദവ്, DN Jha എന്നുള്ളവരൊക്കെ മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരാണ്. മറുവശത്ത് ആകെ ഉണ്ടായിരുന്നത് DC സർക്കാർ മാത്രമായിരുന്നു. 1960-70കളിൽ സർക്കാരിൻ്റെ രചനകളിൽ പൂർണ്ണമായി ഈ പ്രത്യയശാസ്ത്രത്തെ വിയോജിപ്പ് അടയാളപ്പെടുത്തി. സർക്കാർ
stood on the other side of Marxist fence. However, neither support nor opposition notion of feudalism opened up the notion basic structure or further explore until the end of 1907. എന്നാൽ 1970-കളുടെ അവസാനം വരെ പുതിയ ഒരു അന്വേഷണമോ പുതിയൊരാശയമോ ഫ്യൂഡലിസത്തെക്കുറിച്ച് ഉടലെടുത്തില്ല. The opening up came from within the Marxist historiographical school. We shall return to it the title away. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ ട്രഡീഷനെ മാത്രം പിന്തുടർന്ന് മാത്രമാണ് ഈ ഒരു ആശയം നിലനിന്നത്. In 1946, one of the most renowned Marxist economists, the Cambridge University, UK, Maurice Dobb, published his book Studies in the Development of Capitalism, in which he first seriously questioned the Peirnian opposition between the trade and feudalism. Following Engels' insight drew attention to the fact that the revival of the trade in Eastern Europe had brought about the second serfdom, that is feudalism. 1946 പ്രശസ്ത മാർക്സിസ്റ്റ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ അദ്ദേഹം മൗറിസ് ഡോബ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സ്റ്റഡീസ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ഈ പെർണിയൻ കോൺസെപ്റ്റിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. ട്രേഡിനും ഫ്യൂഡലിസത്തിനും പെർണിയൻ കോൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്തു. ഫ്രെഡറിക് ഏംഗൽസിൻ്റെ ആശയങ്ങളെ മുന്നോട്ട് വെച്ചു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയൊരു ആശയം നമുക്കിവിടെ സൂചിപ്പിക്കാൻ പറ്റുന്നത് ട്രേഡ് ഈസ്റ്റേൺ യൂറോപ്പിനെ സെക്കൻഡ് സെർഫ്ഡത്തിലേക്ക് എത്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സെക്കൻഡ് സെർഫ്ഡം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഫ്യൂഡലിസത്തെ തന്നെയാണ്. ഹി ദസ് posited the view of feudalism did not decline even Western Europe due to the revival of trade, but due to the flight of peasants to the cities from excessive and increasing exploitation by the lords in the countryside. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഫ്യൂഡലിസം ഒരിക്കലും വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് ഡിക്ലൈൻ ചെയ്തിട്ടില്ല. പകരം ട്രേഡ് കൂടുതൽ ശക്തി പ്രാപിച്ചപ്പോൾ പെസൻസ് നഗരങ്ങളിലേക്ക് കൂടുമാറി എന്നുള്ളതാണ്. വലിയ തോതിൽ പെസൻസ് നഗരങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ലോഡ്സ് കൺട്രി സൈഡ് വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും അവരുടെ പ്രഭുക്കന്മാരുടെ ചൂഷണത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെ പെസൻസ് നഗരങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്നത്. The flight of the peasants to cities for excessive, increasing exploitation by the lords on the countryside. This thesis led to international debate on the early 1950s among Marxist economists and historians. അങ്ങനെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള മൗറിസ് ഡോബിൻ്റെ സെക്കൻഡ് സെർഫ്ഡം എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ 1950-കളിൽ മാർക്സിസ്റ്റ് എക്കോണമിസ്റ്റുകളും ഹിസ്റ്റോറിയൻസും വളരെയധികം രാജ്യാന്തര തലത്തിൽ ചർച്ചയ്ക്ക് വിഷയമാക്കി ഉപയോഗപ്പെടുത്തി. The debate was still chiefly confined to the question whether feudalism or trade are mutually incompatible. ഇതൊരു സംവാദ വിഷയം തന്നെയാണ്. ഇപ്പോഴും ഈ വിഷയം തുടരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. Simultaneously, in other regions, intellectual landscape, especially in France, where alternative paradigm historians write known as Annals paradigm. As a evolving, newer questions were being asked, newer dimension of the problem being explored. Some of the questions had traveled to India as well. അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ ആരംഭവും ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും എന്നുള്ളത് വിവിധ രാജ്യങ്ങളിൽ, വിവിധ തലങ്ങളിൽ, വിവിധ ഡയമെൻഷനുകളിൽ അവരതിനെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കൃത്യമായൊരു ഉത്തരവൊന്നും പലയിടങ്ങളിൽ നിന്നും ലഭ്യമായിട്ടില്ല. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടലെടുത്ത ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ അതിർത്തികൾ കടന്ന് ഇന്ത്യയിലെത്തിപ്പെട്ടു എന്നുള്ളതാണ് പ്രാധാന്യം. ഇന്ത്യയിൽ ഫ്യൂഡലിസം എപ്രകാരമായിരുന്നു എന്നുള്ളത് ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിലും ചരിത്രകാരന്മാരുടെ അന്വേഷണം എന്താണ് ഇന്ത്യയിലെ ഫ്യൂഡലിസത്തെക്കുറിച്ച്?
എന്നതാണ് നമുക്ക് വിശദമായി പഠിക്കാനുള്ളത്.